ഹായ്, ഞാൻ ഈ ചാനലിൽ സിനിമ റിവ്യൂസ് അല്ലാതെ വേറൊരു സാധനങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ തന്നെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ചാനൽ തുടങ്ങിയത്. പക്ഷെ കുറെ വാർത്തകൾ കാണുമ്പോൾ നമുക്ക് അറിയാതെ പ്രതികരിക്കണം എന്നുള്ള ചിന്ത വന്നിട്ട് കുറേയായി. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് ഈ ചാനലിൽ കൂടെ പറയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് വളരെ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞ ഒരു 10-600 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളാണ്. ഇപ്പൊ എൻ്റെ വോയിസ് എത്രത്തോളം പേരിലേക്ക് എത്തും, എത്രത്തോളം ആളുകൾ കേൾക്കുന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ മനസാക്ഷിക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ പറയുന്നത് സഞ്ജു ടെക്കിയുടെ ഇഷ്യൂ ആണ്. ഇപ്പൊ മലയാളത്തിലെ എല്ലാ ന്യൂസ് ചാനലുകളും പത്രമാധ്യമങ്ങളും എടുത്തിട്ട് ഘോഷിക്കുന്ന ഒരു പ്രശ്നമാണ് സഞ്ജു ടെക്കിയുടെ ഇഷ്യൂ. ശരിയാണ്, പുള്ളി ചെയ്തത് തെറ്റാണ്. ഇങ്ങനെ വണ്ടിയിൽ വെള്ളം നിറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് റോഡിലൂടെ പോയി പ്രശ്നം ഉണ്ടാക്കി. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. എല്ലാ കാര്യവും കറക്റ്റാണ് പറയുന്നത്. അതിനുശേഷം സഞ്ജു ചെയ്തൊരു വീഡിയോയും കുറെ ആളുകൾക്ക് ഹെർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിലും കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ റെഗുലർ ആയിട്ട് ഇപ്പൊ ഇങ്ങനെ ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു ന്യൂസ് കണ്ടപ്പോഴാണ് എനിക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് തന്നെ തോന്നിയത്. സഞ്ജുവിന്റെ ലൈസൻസ് എന്നേക്കുമായി റദ്ദ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഒക്കെ വരുന്നത്. ഞാൻ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ, ഇത്രയും ആക്ഷൻസ് എടുക്കാൻ, ഇത്രയും ശിക്ഷകൾ വിധിക്കാനും ഒക്കെ മാത്രമുള്ള തെറ്റാണോ അവൻ ചെയ്തത്? എനിക്ക് പേഴ്സണലി സഞ്ജുവിനെ അറിയാം, അതുകൊണ്ട് തന്നെ എനിക്ക് വിഷമം വരുന്നത്. കാര്യം എൻ്റെ അനിയന്റെ കൂട്ടുകാരനാണ്, പരിചയപ്പെട്ട അന്നോട്ടും സഞ്ജു നമ്മളൊരു ബ്രദറിനെ പോലെ തന്നെയാണ് കാണുന്നത്. നിങ്ങൾ വീഡിയോ കാണുന്ന പോലത്തെ തന്നെയാണ് സ്വഭാവം. എൻ്റെ ഒരു മാറ്റവും ഇല്ല. ഈ ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളൊക്കെ എടുത്തെങ്കിൽ നമ്മളെ പോലത്തെ വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഒരാൾക്കെതിരെ ഒരു ആക്ഷൻ എടുക്കുന്നത് അവനെ തിരുത്താൻ വേണ്ടിയിട്ടല്ലേ, അവനെ വീണ്ടും ആളുകളുടെ മുമ്പിൽ മോശക്കാരനായിട്ട് ചിത്രീകരിക്കാനല്ലല്ലോ. അവനും കൂട്ടുകാരനുമായിട്ട് പോകുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായി. അവരുടെ വണ്ടി പിടിച്ച് 1 വർഷത്തേക്ക് ഇനി വണ്ടി ഇറക്കാൻ പറ്റാതെ പോലീസ് സ്റ്റേഷനിൽ തന്നെ കൊണ്ടുവരണം. അപ്പോൾ വണ്ടിയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഫൈൻ അടച്ചു. പിന്നെ ഒരു കൂട്ടുകാരൻ ഡ്രൈവറായിട്ട് വന്ന നമ്മുടെ ഫ്രണ്ട് പയ്യന്റെ തന്നെ ലൈസൻസ് 1 വർഷത്തേക്ക് റദ്ദ് ചെയ്തു. അവനൊരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇനി അവന് ജോലിക്ക് തന്നെ അതൊരു തടസ്സമാവും. കൂട്ടത്തിലുള്ള കൂട്ടുകാരന്മാർക്ക് എല്ലാവർക്കും ഒരു 15 ദിവസത്തേക്ക് ആതിര സേവനം ചെയ്യണം, 4 ദിവസത്തേക്ക് മലപ്പുറത്ത് ക്ലാസ്സിന് പോകണം. ഇതൊക്കെ ഇവരെല്ലാവരും പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇവർക്കൊക്കെ ജോലിക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ തടസ്സം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അവര് തെറ്റ് അക്സെപ്റ്റ് ചെയ്തു. അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് അവർ അതിനൊക്കെ പോവാൻ തയ്യാറായത്. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം അറിയുന്നത്, നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഈ നാട്ടിലും എല്ലാം നമുക്ക് അത്യാവശ്യം ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആരുടെ ഒരു ബന്ധങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ഈ 3 പിള്ളേരും തയ്യാറല്ല. അവർക്ക് ഒരു പാർട്ടിക്കാരുടെ ഇടപെടുത്താനോ, അല്ലെങ്കിൽ ഏതെങ്കിലും പരിചയമുള്ള പോലീസുകാരെ ബന്ധപ്പെടുത്താനോ, അല്ലെങ്കിൽ ഏതെങ്കിലും വക്കീലന്മാരെ ബന്ധപ്പെടുത്താനോ, ഏതെങ്കിലും മന്ത്രിമാരെ ഉൾപ്പെടുത്താനോ, ആരെടുത്ത് പോയി ഒരു സഹായം ചോദിക്കാനോ പരിപാടികൾക്ക് ഒന്നും പിള്ളേർ നിന്നില്ല. അങ്ങനെ അവർ ട്രൈ ചെയ്ത പോലും ഇല്ല. കാര്യം അവരത് അക്സെപ്റ്റ് ചെയ്തതാണ്. ഇനി അവർക്ക് ഒരു തെറ്റ് അവരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു. ആ തെറ്റ് സംഭവിച്ച അവരെ തെറ്റ് അക്സെപ്റ്റ് ചെയ്തവർക്ക് ശിക്ഷയും കൊടുത്തു. ഇനി ഓരോ ദിവസവും തോന്നുന്നവര് ഓരോ ആളുകളുടെ അടുത്ത് പറഞ്ഞ് വീണ്ടും വീണ്ടും ഇവർക്ക് ശിക്ഷ വാങ്ങിച്ചിട്ടുണ്ട്. അത്രയും കുറ്റം ഇവർ ചെയ്തിട്ട് ഒരു കോമൺ മാൻ എന്ന രീതിയിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എത്ര 20-25 കേസുള്ള ഗുണ്ടകളുണ്ട്. എങ്ങനെയാണ് ഒരാൾക്ക് 25 കേസ് വരുന്നത്? 1, 2, 3, 4 കേസ് വരുമ്പോഴത്തേക്ക് ജാമ്യം കൊടുക്കുന്നുണ്ട്, വീണ്ടും കേസ് വരുന്നത്. കാപ്പയടിച്ച് കുറെ ആളുകളെ ഡിസ്ട്രിക്റ്റിന് പുറത്തേക്ക് വിടുന്നുണ്ട്. അവർ തിരിച്ചു വന്നിട്ട് വീണ്ടും പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. എത്രയോ വാഹനങ്ങൾ, എത്രയോ ഡ്രൈവർമാര് മദ്യപിച്ച് പോയി ആക്സിഡന്റ് ഉണ്ടാക്കി ആളുകളെ കൊന്നിട്ടുണ്ട്. ഇവരുടെ ആർക്കും ഇല്ലാത്തൊരു പ്രശ്നം പിള്ളേർക്ക് ഇങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ഇപ്പോഴും പറഞ്ഞു, അവർ കാണിച്ച തെറ്റാണ്, അതിനുള്ള ശിക്ഷ അവർക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി വീണ്ടും കുറെ ആളുകൾ ഇരുന്ന് പ്ലാൻ ചെയ്തിട്ട് ഓരോ ദിവസവും ഓരോരോ ന്യൂസുകൾ ഇറക്കി വിടുകയാണ്. ഇത് കണ്ടിട്ട് അധികാരികളായിട്ടുള്ള കുറെ ആളുകൾ ആക്ഷൻ എടുക്കുകയാണ്. ഇപ്പൊ ഗണേഷ് സാറിനെ പോലെയുള്ള ആളുകളുടെ മുമ്പിലേക്ക് ഈ സംഭവം കൊടുത്തു. അത് അദ്ദേഹം വീഡിയോസ് ഒക്കെ കണ്ടു, അദ്ദേഹത്തിന്റെ രീതിയിലും കുറച്ച് ആക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതും അവർ അക്സെപ്റ്റ് ചെയ്തു. ശരിയാണ്, അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇനിയും ആ പിള്ളേരെ വെറുതെ ക്രൂശിക്കരുതെന്നൊരു റിക്വസ്റ്റേ എനിക്കുള്ളൂ. കാര്യം അതിനു വേണ്ടിയുള്ള തെറ്റൊന്നും അവർ ചെയ്തിട്ടില്ല. അവരൊരു ഫൺ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയതാണ്. മനസ്സിലായില്ല. ഈ വീഡിയോ ആദ്യം വന്നപ്പോഴത്തേക്കും ഞാനും ആ വീഡിയോ യൂട്യൂബിൽ കണ്ടതാണ്. എനിക്കും അത് ഭയങ്കരമായ തെറ്റായിട്ട് തോന്നിയില്ല. അതൊക്കെ നമ്മുടെ തെറ്റായിരിക്കാം. ആ സമയത്ത് കുറെ ആളുകൾ കമന്റ് ചെയ്തു, കുറെ ആളുകൾ സപ്പോർട്ട് ചെയ്തു, അല്ലാതെ കുറെ ആളുകൾ കമന്റ് ചെയ്തു. ആ ഒരു കമന്റിൽ പോലും ഒരാൾ പോലും ഇത് പ്രശ്നമാവും, ഇത് റോഡിൽ ഇറക്കാൻ പാടില്ല, റോഡിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാണെന്ന രീതിയിലൊരു കമന്റ് ആ വീഡിയോയിൽ വന്നിട്ടില്ല. ആ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞ പുള്ളിക്കാരനെ കൊണ്ട് ആ വീഡിയോ നമുക്ക് മാറ്റിക്കായിരുന്നു. ഇതൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കുറെ ആളുകൾ ഇത് കണ്ടെത്തി, ഇത് പ്രശ്നമാണെന്ന് മനസ്സിലായി. കുറെ ആളുകൾ പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ വാലെ കുറെ ആളുകൾ ഇങ്ങനെ പ്രതികരിച്ചു തുടങ്ങിയാണ്. ഇത് ഒരു സാധാരണ ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ എൻ്റെ റിക്വസ്റ്റ് ആണ്, ഇനി ആ പിള്ളേരെ അത് ക്രൂശിക്കരുത്. ഇത് മാത്രമല്ല കേരളത്തിലെ പ്രശ്നം. അവരൊരു തെറ്റ് ചെയ്തു, അവർക്ക് തക്കതായ ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ഇതിനുശേഷം അവർ ഇനി ഇത് റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ ശിക്ഷകളുമായിട്ട് ഇനിയും മുമ്പോട്ട് പോകാം. അല്ലാതെ ഓരോ ദിവസവും ശിക്ഷ കൊടുക്കാൻ മാത്രമുള്ള ക്രിമിനൽസ് ഒന്നും അല്ല പിള്ളേർ.